ഞാൻ പിന്നെ വരാം എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് പഠിച്ചാലോ? വളരെ സിമ്പിളാണ്. ഞാൻ മേ, പിന്നെ ബാദ് മേ, പിന്നെ ബാദ് മേ ആഊങ്ക, മേ ബാദ് മേ ആഊങ്ക, മേ ബാദ് മേ ആഊങ്ക. ഞാൻ പിന്നെ വരാം, ഞാൻ പിന്നെ പറയാം. മേ ബാദ് മേ ബോലൂങ്ക, മേ ബാദ് മേ ബോലൂങ്ക. ഞാൻ പിന്നെ ചെയ്യാം, മേ ബാദ് മേ കരൂങ്ക. ഈ രൂപത്തിൽ ഏത് വാക്കിനെയും നമ്മൾ ഊങ്ക എന്ന് ചേർത്ത് കൊടുത്ത് അവസാനം ഊങ്ക എന്നുള്ള ശബ്ദം ചേർത്ത് കൊടുത്താൽ നമുക്ക് ചെയ്യും എന്നുള്ള അർത്ഥം വരും. അപ്പം ഞാൻ പിന്നെ ചെയ്യാം ഒരേ രൂപം തന്നെ, ഒരേ ടെൻസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ലാത്ത ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾ അത് സ്ത്രീയാണോ പുരുഷനാണോ, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ അവസാനത്തിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. നമ്മൾ പിന്നെ ലടുക്ക എന്ന് പറയുമ്പോൾ ലടുക്ക ആൺകുട്ടി, ലടുക്കി പെൺകുട്ടി, ഈ രൂപത്തിലാണ്. അതിൻ്റെ അവസാനത്തിൽ ആ എന്നുള്ള പുല്ലിംഗത്തിനൊക്കെ അവസാനത്തിൽ ആ എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. ലടുക്ക അല്ലേ, നാന നാനി, ദാദ ദാദി, ഈ രൂപത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു വെർബിലും ഇതേപോലെ മാറ്റം വരും. അപ്പോൾ എങ്ങനെ പറയുക? കരൂങ്ക എന്നാൽ ചെയ്യും, അത് പുല്ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം വരിക കരൂങ്കി, ജാവൂങ്ക ജാവൂങ്കി, പടൂങ്ക പടൂങ്കി, ബോലൂങ്ക ബോലൂങ്കി. അപ്പോൾ ഈ രൂപത്തിൽ. അപ്പോൾ സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ഞാൻ പിന്നെ വരാം എന്നങ്ങനെ പറയാം, മേ ബാദ് മേ ആഊങ്കി, മേ ബാദ് മേ ആഊങ്കി. പുരുഷനാണ് പറയുന്നതെങ്കിലോ മേ ബാദ് മേ ആഊങ്ക, ഞാൻ പിന്നെ പോകാം, മേ ബാദ് മേ ജാവൂങ്ക, ലടുക്ക അല്ലേ. അപ്പോൾ ലടുക്കി ആണ് പറയുന്നതെങ്കിൽ മേ ബാദ് മേ ജാവൂങ്കി, ഈ രൂപത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. മേ ബാദ് മേ, ഞാൻ പിന്നെ പോകാം, ഞാൻ പിന്നെ തരാം. മേ ബാദ് മേ ദൂങ്ക, ദേന ദൂങ്ക ദൂങ്കി, മേ ബാദ് മേ ദൂങ്ക, മേ ബാദ് മേ ദൂങ്കി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായി സംസാര ശൈലികളും പ്രയോഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ഹിന്ദി എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്